ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനും ഡപ്പയും കൂടിയിട്ട് ജസ്റ്റ് ഒരു കറക്കത്തിന് പോയതാണ് കേട്ടോ. എൻ്റെ കൂതറലൊക്കെ ഉണ്ടോ ഗൈസ്. നോമ്പായിട്ടേ നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ നല്ല വിശേഷങ്ങളാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് പുറത്ത് പോയപ്പം എനിക്ക് കുറച്ച് ഇങ്ങനെയുള്ള എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഡിന്നർ സെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. പിന്നെ ഇപ്പാക്ക് സുഖമില്ലായിട്ട് വെയിലത്ത് ഇങ്ങനെ വണ്ടി നിർത്തി നിൽക്കേണ്ടി വന്നതുകൊണ്ട് സമയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ സംഗതികൾക്കൊക്കെ വളരെ 500-300 ആ ഒരു റേറ്റൊക്കെ ഉള്ളൂ കേട്ടോ. ഒക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടാണ്. പിന്നെ ഈ ഷോപ്പ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ വണ്ടൂർ സാമിയല്ലേ, അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മളവിടെ എല്ലാ പ്രാവശ്യം അബായ എടുക്കാൻ അവിടെ ഒരു അബായ എന്ന് പറയുന്ന ഷോപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി വെക്കുകയാണ്. എല്ലാം നല്ല ബ്രാൻഡഡ് ആണ് കേട്ടോ. നല്ല സാധനങ്ങൾ മാത്രമേ ഈ ഷോപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വാങ്ങിക്കണം. പിന്നെ ഞാനിപ്പം കൂടി വാണിയമ്പലത്തിൽ നിന്ന് മീനും വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ 2 റെസിപ്പി നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഇടുക, എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്കൊരു ഗുണമല്ല, എനിക്കും ഗുണമല്ല. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ 2 റെസിപ്പി ഞാൻ ചെയ്യുന്ന 2 റെസിപ്പീസ് നിങ്ങളെ കാണിക്കട്ടോ. ഇതിൻ്റെ റെസിപ്പി ഒന്നും എല്ലാവരും കണ്ടുപിടിച്ച് ഞാൻ അടിച്ചു പറ്റിയതാണ് ഗൈസ്. അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരറ്റ് നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക, നല്ല വാഷ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തൊലിയൊന്ന് പീൽ ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ലായിരുന്നു. ഒന്നാമത് നമ്മൾ പുറത്തൊക്കെ പോയി എന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ജ്യൂസ് ഇല്ലാതെ പിന്നെ നോമ്പ് തുറക്കാൻ ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തലയും വാലൊക്കെ മുറിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് കുക്കറിലിട്ടു. ഇനി ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് വെച്ചു. പിന്നെ ഞാനിന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കണില്ല കേട്ടോ. പകരം നമ്മൾ റാഗിയില്ലേ അതാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് റാഗി ഇങ്ങനെ തരിക്കഞ്ഞിക്ക് പകരം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഞാനിപ്പോൾ ഇതിൽ നെയ്യോ അണ്ടി മുന്തിരി അങ്ങനത്തെ സംഭവം ഒന്നും ചേർക്കില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പഞ്ചസാര വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് പാൽ ഒഴിച്ചിട്ട് കുറുക്കിയിട്ട് എടുക്കുക. ഒരു ലൂസ് ഇങ്ങനെ വലിച്ചു കുടിക്കാൻ പാകത്തിന്. എന്നിട്ട് നമ്മൾ ഒരു ഏലക്കായ ഇടുക. പഞ്ചസാര വേണ്ടവർക്ക് അത് ഇടുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ലേശം മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ പീരിയഡ്സ് കറക്റ്റ് ആവാനും ആ സമയത്ത് ബ്ലഡ് കുറവുള്ളവർക്ക് അതൊക്കെ നല്ലതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല. പിന്നെ കാലുകടച്ചിലിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ സംഭവം. അങ്ങനെ അതവിടെ റെഡി ആവുന്നുണ്ട്. നമ്മൾ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഏലക്കായും പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൻ്റെ മേലെ പഴയ ഒരു പാന് വെക്കുക. ഏതെങ്കിലും ഒരു പാൻ വെച്ചാൽ മതി. ഇത് പഴയതൊന്നല്ല, ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കേക്കിൻ്റെ ടിന്നില്ലേ, കേക്കിൻ്റെ അതിന് പറയില്ല, അതൊക്കെ ഞാൻ മറന്നു, ഒന്നും ഉപയോഗിക്കായിട്ടേ, കേക്കിൻ്റെ പാന്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് അതിൽ പിന്നെ ഒഴിച്ച് കൊടുത്തിട്ട് മേലെ കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്തൊക്കെ വേണ്ട, നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം വെച്ചാൽ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ക്യാരറ്റ് ബോളാണ് ഇത് കേട്ടോ. ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഒരു 20 മിനിറ്റൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കരിയൊന്ന് വിചാരിച്ചിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ അങ്ങനെ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര അധികം ഞാൻ വീഡിയോ എടുക്കണം. ഇതന്നെ ഒരു 6 മിനിറ്റേ ഉള്ളൂ, പക്ഷേ എനിക്ക് തന്നെ ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ബോറടിച്ചിട്ട് പോയാലോ. പിന്നെ കുറേ പേര് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നമ്മളെ വീഡിയോൻ്റെ കണ്ടൻറ്റും ഡയലോഗൊക്കെ അടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില വീഡിയോസിൽ കാണലുണ്ട് കേട്ടോ. ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് അടിച്ച് മാറ്റി മക്കളെ. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. ഞാൻ സ്റ്റോറേജ് ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇടാം. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ ഡ്രിങ്കായിട്ട് വത്തക്ക പാലൊന്നും ഒഴിക്കാതെ ഇങ്ങനെ വെക്കുന്നുണ്ട്. നോമ്പ് തുറന്നാൽ ഏറ്റവും കൂടുതൽ ജ്യൂസും വെള്ളവും അതൊക്കെയാണ് വേണ്ടത് കേട്ടോ. പിന്നെ സച്ചുവിന് കഞ്ഞി കൊടുക്കണം. ഇന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര ഒരു പോസിറ്റീവാട്ടോ. ഫുള്ള് നമ്മൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ പാത്രങ്ങൾ കയറ്റുന്നതിന് പകരമായിട്ട് ഞാൻ ബോക്സുകൾ വെച്ചു. അപ്പോൾ അതൊക്കെ സെറ്റായി നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഡ്രസ്സുകൾ അലക്കിയിട്ടിരുന്നു. ഇവിടെ ഇപ്പം എല്ലായിടത്തും ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങിയില്ലേ. ഇവിടെ ഇപ്പം നല്ല ഇടിമഴയും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരാൻ കേട്ടോ. ഈ അയയിൽ ഉറുമ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിട്ടിട്ടോ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഉള്ളിലേക്ക് എടുത്തിട്ട് വെക്കണത് കേട്ടോ.
അപ്പോൾ അന്നന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേ ദിവസം കറക്റ്റ് ആയിട്ട് നല്ല അടുക്കും ചിട്ടിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ടോ. എനിക്ക് ഈ തുണി മടക്കൽ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിടും, ഏതെങ്കിലും ബാസ്ക്കറ്റിലൊക്കെ. പിന്നെ അതാ ഞാൻ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ടോപ്പുകളാണ് ഇതൊക്കെ കേട്ടോ. 200-300 ആ ഒരു റേറ്റിൻ്റെ അപ്പുറത്തേക്ക്. ഞാനിന്നിട്ട ഈ ഒരു ചുരിദാറും ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. 300 സംതിങ്. നല്ല അടിപൊളി ചുരിദാറാണത്. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടും സ്കൂളിൽ പോകാനൊക്കെ വേണ്ടിയിട്ടും ഇങ്ങനെ തന്നെയാണ് ഡ്രസ്സ് എടുക്കൽ കേട്ടോ. പിന്നെ കുറച്ച് പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. എടുത്താൽ ഞാൻ അത് ഇടലുമില്ല. എനിക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ എന്താ ലുക്കിൽ നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. നമ്മൾ അടുക്കും ചിട്ടിയും എവിടെയാണ് പറഞ്ഞു വെച്ചാൽ അടുക്ക് ചിട്ടി. അപ്പോൾ അടുക്കും ചിട്ടിയും എന്താ എല്ലാ കാര്യങ്ങളും ഒരു സാധനം എടുത്ത് വെക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? എന്തൊക്കെയാണ് ഞാൻ പറയണത് അല്ലേ. പിന്നെ അതേപോലെ നമ്മൾ വേസ്റ്റ് കറക്റ്റ് ബിന്നിലിടുക. ഇങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്താൽ നമ്മളെ വീട് നല്ല സൂപ്പറായിട്ടിരിക്കും. പിന്നെ എന്താ പറയുക, ഒന്നിച്ചെടുക്കുമ്പം ഭയങ്കര റിസ്ക് ആവും. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പം ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള ചക്കേനു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോമ്പൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് മഹരിബിൻ്റെ സമയത്ത് ഞാൻ നല്ല ഫ്രീ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ. എന്നാലും മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നറിയുള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ.